ദക്ഷിണേഷ്യയിലെയും മിഡിൽ ഈസ്റ്റിലെയും ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങളെ മുൾമുനയിൽ നിർത്തുന്ന അതീവ ഗൗരവകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഹമാസിന്റെ ഉന്നത നേതാവും ഖാലിദ് മെഷാലിന്റെ വലം കൈയുമായ നാജി സഹീർ പാകിസ്ഥാനിലെ ഭീകരവാദ ക്യാമ്പുകളിൽ സന്ദർശനം നടത്തിയെന്ന റിപ്പോർട്ടുകൾ ഇന്ത്യയെയും ഇസ്രായേലിനെയും ഒരുപോലെ ആശങ്കയിലാക്കുന്നു. പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലുള്ള ഗുജ്റൻവാലയിലെ ലഷ്കർ-ഇ-തോയ്ബ ക്യാമ്പിൽ നടന്ന ചടങ്ങിൽ സഹീർ മുഖ്യാതിഥിയായി പങ്കെടുത്തത് കേവലമൊരു നയതന്ത്ര സന്ദർശനമല്ല, മറിച്ച് ആഗോള ഭീകരവാദ ശൃംഖലകൾ തമ്മിലുള്ള അപകടകരമായ കൂട്ടുകെട്ടിൻ്റെ തെളിവ് കൂടിയാണ്. ഇസ്രയേലിനെതിരെ യുദ്ധം ചെയ്യുന്ന ഹമാസും ഇന്ത്യക്കെതിരെ നിഴൽ യുദ്ധം നടത്തുന്ന ലഷ്കർ-ഇ-തോയ്ബയും തമ്മിൽ കൈകോർക്കുന്നത് ഏഷ്യൻ മേഖലയിൽ സുരക്ഷാ ക്രമീകരണങ്ങളെ അപ്പാടെ തകിടം മറിക്കാൻ പോകുന്ന ഒന്നാണ്. ഹമാസും പാക് ഭീകര സംഘടനകളും തമ്മിലുള്ള ബന്ധം ഇതാദ്യമായല്ല ചർച്ചയാകുന്നത്. എങ്കിലും ഇപ്പോൾ പുറത്തുവന്ന വീഡിയോ ദൃശ്യങ്ങൾ ഇതിന് സ്ഥിരീകരണം നൽകുന്നുണ്ട്. ഹാളിലേക്ക് കടന്നുവരുന്ന നാജി സഹീറിനെ ആവേശപൂർവ്വം വരവേൽക്കുന്ന ഭീകരവാദികളുടെ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ തോതിൽ പ്രചരിക്കുന്നുണ്ട്. പാകിസ്ഥാനിലെ രഹസ്യാന്വേഷണ ഏജൻസിയായ ISI ഹമാസ് അംഗങ്ങൾക്ക് സൈനിക പരിശീലനം നൽകുന്നുണ്ടെന്ന ആരോപണങ്ങൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഒക്ടോബർ 7 ഇസ്രയേൽ ആക്രമണത്തിന് ശേഷം അന്താരാഷ്ട്ര തലത്തിൽ ഹമാസിനെ ഒറ്റപ്പെടുത്താൻ പാശ്ചാത്യ രാജ്യങ്ങൾ ശ്രമിക്കുമ്പോൾ പാകിസ്ഥാൻ അവർക്ക് സുരക്ഷിതമായ താവളവും ആയുധ പരിശീലനവും നൽകുന്നു എന്നാണ് ഈ സന്ദർശനം വ്യക്തമാക്കുന്നത്. ഈ പുതിയ സഖ്യം ഇന്ത്യക്ക് നൽകുന്ന മുന്നറിയിപ്പ് വളരെ വലുതാണ്. കാശ്മീരിലെ തീവ്രവാദത്തെയും പലസ്തീനിലെ പോരാട്ടത്തെയും ഒന്നായി കാണണമെന്ന ആഹ്വാനം പാക് ഭീകര നേതാക്കൾക്കിടയിൽ ശക്തമാണ്. ലഷ്കർ കമാൻഡർ അബു മൂസ മുൻപ് പുറത്തുവിട്ട ഒരു വീഡിയോയിൽ ജിഹാദ് മാത്രമാണ് ഏക പോംവഴിയെന്ന് പ്രഖ്യാപിച്ചിരുന്നു. പലസ്തീനിൻ്റെയും കാശ്മീരിൻ്റെയും ശത്രുക്കൾ ഒന്നാണെന്നും ഇസ്രയേലിനെ മുട്ടുകുത്തിക്കുന്നത് പോലെ ഇന്ത്യയെയും മുട്ടുകുത്തിക്കണമെന്നുമുള്ള അബുവിൻ്റെ പ്രസ്താവന ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷാ ഏജൻസികളെ ജാഗ്രതയിലാക്കിയിട്ടുണ്ട്. ഹമാസിൻ്റെ പക്കലുള്ള ഗറില്ല യുദ്ധമുറകളും തുരങ്ക നിർമ്മാണ വൈദഗ്ധ്യവും പാക് ഭീകരർക്ക് കൈമാറപ്പെട്ടാൽ അത് കാശ്മീർ താഴ്വരയിലെ സുരക്ഷാ വെല്ലുവിളികൾ വർദ്ധിപ്പിക്കും. സാങ്കേതികമായി പരിശോധിച്ചാൽ നാജി സഹീറിൻ്റെ പാകിസ്ഥാൻ സന്ദർശനങ്ങൾ അടുത്തിടെയായി വർദ്ധിച്ചിട്ടുണ്ട്. 2024 ഏപ്രിലിൽ ഇസ്ലാമാബാദ് ഹൈക്കോടതി ബാർ അസോസിയേഷനിൽ അതിഥിയായി എത്തിയ അയാൾ സെപ്റ്റംബർ 2025 റിപ്പോർട്ടുകൾ പ്രകാരം ജെയ്ഷെ മുഹമ്മദ് പോലെയുള്ള കൊടും ഭീകര സംഘടനകളുടെ നേതാക്കളുമായി വേദി പങ്കിട്ടിട്ടുണ്ട്. ഒരു വശത്ത് തങ്ങൾ ഭീകരവാദത്തിന് എതിരാണെന്ന് ലോകത്തോട് പറയുകയും മറുവശത്ത് അന്താരാഷ്ട്ര ഭീകരരെ ചുവപ്പ് പരവതാനി വിരിച്ച് സ്വീകരിക്കുകയും ചെയ്യുന്ന പാകിസ്ഥാന്റെ ഇരട്ടത്താപ്പാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. മിഡിൽ ഈസ്റ്റ് മീഡിയ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം ആഗോള ജിഹാദിന്റെ പുതിയ കേന്ദ്രമായി പാകിസ്ഥാൻ മാറുകയാണോ എന്ന സംശയവും ബലപ്പെടുന്നു. നിലവിലെ സാഹചര്യത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നതാണ് അമേരിക്കയുടെ ഇടപെടലുകൾ. ഗാസയിലെ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായുള്ള സ്ഥിരതാ സേനയിലേക്ക് സൈന്യത്തെ അയക്കാൻ അമേരിക്ക പാകിസ്ഥാന് മേൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ട്രംപ് ഭരണകൂടവുമായി പാക് സൈനിക മേധാവി അസീം മുനീർ നടത്തുന്ന ചർച്ചകളിൽ പ്രധാന വിഷയം ഇതുതന്നെയാണ്. യുദ്ധം തകർത്ത പാലസ്തീനിൻ്റെ പുനർനിർമ്മാണത്തിൽ പാകിസ്ഥാൻ പങ്കുചേരണമെന്നാണ് വാഷിംഗ്ടൺ ആഗ്രഹിക്കുന്നത്. എന്നാൽ സൈന്യത്തെ അയക്കുന്നത് തദ്ദേശീയമായി വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമാകുമെന്ന് പാകിസ്ഥാൻ ഭയപ്പെടുന്നുണ്ട്. പലസ്തീൻ ജനതയെ പിന്തുണയ്ക്കുന്ന പാക് ജനത തങ്ങളുടെ സൈന്യം അമേരിക്കയുടെ താൽപ്പര്യപ്രകാരം ഗാസയിൽ പ്രവർത്തിക്കുന്നതിനെ എങ്ങനെ കാണും എന്നതിന് ഭരണകൂടത്തിന് ആശങ്കയുണ്ട്. അതേസമയം ഹമാസ് നേതാക്കളുമായുള്ള പാക് ഭീകര സംഘടനകളുടെ ബന്ധം ഇത്തരമൊരു സൈനിക നീക്കത്തെ കൂടുതൽ അപകടത്തിലാക്കുന്നുണ്ട്. ഗാസയിൽ സമാധാനത്തിനെത്തുന്ന പാക് സൈന്യത്തിന് ഹമാസുമായി ബന്ധമുണ്ടെങ്കിൽ അത് ഇസ്രയേലിൻ്റെ സുരക്ഷയെ നേരിട്ട് ബാധിക്കും. ഇസ്രയേൽ വിരുദ്ധ നീക്കങ്ങൾക്ക് പാക് സൈന്യം ഹമാസിനെ സഹായിച്ചേക്കാം എന്ന ഭീതി ഇസ്രയേലിനുമുണ്ട്. മറുവശത്ത് ഈ കൂട്ടുകെട്ട് വഴി ലഭിക്കുന്ന സാമ്പത്തികവും സൈനികവുമായ സഹായങ്ങൾ ഇന്ത്യക്കെതിരെ തിരിച്ചുവിടാൻ ലഷ്കറും ജെയ്ഷെ മുഹമ്മദും ശ്രമിക്കുമെന്ന് ഇന്ത്യയും കരുതുന്നുണ്ട്. ഹമാസിൻ്റെ പോരാട്ട വീര്യം കാശ്മീരിലെ യുവാക്കളെ വഴിതെറ്റിക്കാൻ ഉപയോഗപ്പെടുത്തുമോ എന്നതാണ് ഇന്ത്യയുടെ പ്രധാന പേടി. ഭൗമരാഷ്ട്രീയമായി നോക്കിയാൽ ട്രംപ് അസീം മുനീർ കൂടിക്കാഴ്ചകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. അമേരിക്കയിൽ നിന്ന് സാമ്പത്തിക സഹായം ലഭിക്കാൻ പാകിസ്ഥാൻ എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായേക്കാം. എന്നാൽ ഹമാസ് നേതാക്കൾ പാക് മണ്ണിലിരുന്ന് ഭീകര പ്രവർത്തനങ്ങൾക്ക് പദ്ധതിയിടുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ അത് അമേരിക്കയുമായുള്ള ബന്ധത്തെ ദോഷകരമായി ബാധിക്കും. ഇന്ത്യയും ഇസ്രയേലും ഈ വിഷയത്തിൽ കടുത്ത നിലപാട് സ്വീകരിക്കാനാണ് സാധ്യത കൂടുതൽ. ഭീകരവാദത്തിൻ്റെ കാര്യത്തിൽ നല്ല ഭീകരരെന്നും ചീത്ത ഭീകരരെന്നും വേർതിരിവില്ലെന്ന ഇന്ത്യയുടെ നിലപാട് ഈ സംഭവത്തോടെ കൂടുതൽ പ്രസക്തമാകുന്നു. ചുരുക്കത്തിൽ നാജി സഹീറിൻ്റെ പാകിസ്ഥാൻ സന്ദർശനം വെറുമൊരു രാഷ്ട്രീയ നീക്കമല്ല. അത് ദക്ഷിണേഷ്യയിലെയും പശ്ചിമേഷ്യയിലെയും ഭീകരവാദ വിരുദ്ധ പോരാട്ടങ്ങളെ കൂടുതൽ വെല്ലുവിളി നിറഞ്ഞതാക്കുന്നുണ്ട്. ഹമാസും പാക് ഭീകരരും തമ്മിലുള്ള ഈ രഹസ്യ ബാന്ധവം ലോകക്രമത്തിൽ പുതിയ വിള്ളലുകൾ സൃഷ്ടിച്ചേക്കാം. ഇന്ത്യയെ സംബന്ധിച്ച് അതിർത്തിക്കപ്പുറത്തെ ഈ നീക്കങ്ങൾ അതീവ ജാഗ്രതയോടെ നിരീക്ഷിക്കേണ്ട ഒന്നാണ്. കാരണം ഗാസയിലെ കനലുകൾ പാക് ഭീകരരുടെ സഹായത്തോടെ കാശ്മീരിലേക്ക് എത്തിക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾ നിസ്സാരമായി കാണാനാവില്ല. ആഗോള ഭീകരവാദ വിരുദ്ധ പോരാട്ടത്തിൽ ഇസ്രയേലും ഇന്ത്യയും തമ്മിലുള്ള സഹകരണം വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാക്കാൻ ഈ റിപ്പോർട്ടുകൾ കാരണമാകും.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.